മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വികാരിയച്ച, സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, എൻ്റെ പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ അൽഫോൻസാമ്മയുടെ സമർപ്പിത തീർത്ഥയാത്ര എന്ന വിഷയത്തിലെ ഏതാനും വാക്കുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മ 1910 ആഗസ്റ്റ് 19 കുടമാളൂരിൽ ജനിച്ചു. FCC മഠത്തിൽ ചേർന്ന വിശുദ്ധ ഒരു അധ്യാപികയായി വളരെ കുറഞ്ഞ കാലം ജോലി ചെയ്തു. മഠത്തിന് 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടിയ വിശുദ്ധ തൻ്റെ സഹനത്തിൻ്റെ നാളുകളെ വിശുദ്ധിയിലേക്കുള്ള പടവുകളാക്കി മാറ്റി. സ്നേഹിക്കപ്പെടുവാനും ബഹുമാനിക്കപ്പെടുവാനുമുള്ള ആഗ്രഹത്തെ ദുഷ്ടതായി കരുതിയ അവൾ അതിൽ നിന്നും തന്നെ മോചിപ്പിക്കുന്നതിനായി തൻ്റെ പ്രശസ്തമായ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടാൻ ആഗ്രഹിച്ച അവളെ ദൈവം അത്യധികം ഉയർത്തി. ഭാരതത്തിലെ തദ്ദേശീയ ആദ്യ വിശുദ്ധയായ ദൈവം അവളെ മാറ്റി. 1946 ജൂലൈ 28 തൻ്റെ 35-ാം വയസ്സിൽ മരണമടഞ്ഞ അവളെ 2008 ഒക്ടോബർ 12 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. സഹനത്തിലെ നാളുകളെ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപങ്ങളാക്കി മാറ്റിയ വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാതൃക നമുക്കും പിൻചെല്ലാം. ജീവിതത്തിലെ ഓരോ കൊച്ചു കൊച്ചു സഹനത്തെയും ആത്മാക്കളുടെ രക്ഷയ്ക്കായും നമ്മുടെ മാതാപിതാക്കളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനും വിശുദ്ധിക്കുമായി നമുക്ക് സമർപ്പിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.